മണലു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തല ചീറിച്ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അതെ, എൻ്റെ ഗൾഫിലിരിക്കുന്ന അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കൾക്ക് സാധാരണയായി ഒത്തിരി കറികളും ഒന്നും ഉണ്ടാക്കാനോ ഒന്നിനും സമയമില്ല. അതായത് റൊട്ടിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നല്ല സലാഡ്, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായാലേ മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ഒരു സലാഡ്. ആ സലാഡിലേക്ക് നിങ്ങളെ ഈ വീഡിയോ കൂട്ടിക്കൊണ്ടുപോകുന്നു. എല്ലാവർക്കും എൻ്റെ വ്യൂസിന് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. നമുക്ക് വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് പ്രവാസികളായവർക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. അത് തൈരൊന്നും ചേർക്കാതെ എല്ലാവർക്കും അറിയാവുന്ന, ചിലപ്പം സുപരിചിതമായിട്ട് അറിയാവുന്നതായിരിക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് സവോള ഒരു മീഡിയം സൈസ്, ആ സൈസിന് തന്നെയാണ് ഞാൻ ഇവിടെ തക്കാളിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇത് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ്, മറ്റ് വെജിറ്റബിൾസിൽ ക്യാരറ്റും സലാഡ് വെള്ളരി അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടേസ്റ്റ് അനുസരിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ നമുക്ക് മിക്സ് ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് സാൾട്ട്, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചിടുക. ഇതിനകത്ത് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. തൈര് ആഡ് ചെയ്യുന്ന റൈത്ത, അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള റൈത്ത ഞാൻ 2-3 എണ്ണം നിങ്ങൾ എല്ലാ നല്ല വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നാലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സീഡ്സ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇതിൽ ഞാൻ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വിനാഗിരി ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വിനാഗിരി ചേർക്കണമെന്ന് ഞാൻ പറയില്ല, കാര്യം വിനാഗിരി ചെറിയൊരു ആസിഡിറ്റി, ഒരു ആസിഡ് ഇത് വരുന്നത് കൊണ്ട് നമുക്ക് നാരങ്ങ തന്നെ മതി. അത് പുളിപ്പനുസരിച്ച്, ഇപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കുക. പുളി ഇഷ്ടമുള്ളവർക്ക് ഒരു നാരങ്ങ നീര് മതിയാകും. കുറച്ചും കൂടി പുളി വേണമെന്നുള്ളവർക്ക് ഒരു നാരങ്ങ ഫുൾ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി, അത് നമ്മളിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം അര ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സാലഡ് തീർച്ചയായിട്ടും പെറോട്ട, ചപ്പാത്തി, നാൻ, റൊട്ടി ഇതിനൊപ്പമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനകത്ത് നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റും അത് ഹെൽത്തിന് ബെനിഫിറ്റായിട്ട് ഉണ്ടാവുന്നതാണ്. കഴിവതും പച്ചക്കറി, വെജിറ്റബിൾസ് നമ്മൾ ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കുവാൻ ശീലിക്കുക. ഇതിലേക്ക് പുതിനയില, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പുതിനയിലയോ മറ്റോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ 2 വെജിറ്റബിൾസ്, തക്കാളിയും സവോളയും മാത്രം എടുത്തത്. നിങ്ങൾക്ക് വേറെ പച്ചക്കറി യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാകും. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇത് വൈകുന്നേരത്ത്, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഫുഡ്, ചപ്പാത്തിക്കും റൊട്ടിക്കും പൊറോട്ടയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ സൈഡ് ഡിഷായിട്ട് നിങ്ങളൊരു കൂട്ടാൻ വെക്കുമ്പോൾ, ഒരു കറി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സലാഡ് കൂടി പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.